ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിന്റെ 4-ാം ദിവസം സഭയായി ചിന്തിക്കുന്ന ചിന്താവിഷയം ക്രിസ്തുവിന്റെ സത്വം എന്നുള്ളതാണ്. ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ്. അതിന് ആധാരമായി തെരഞ്ഞെടുക്കുന്ന ഏവൻഗേലിയോൻ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യശുശ്രൂഷ ആരംഭിച്ച് ഏകദേശം 1.5 വർഷക്കാലം ആകുന്ന സമയത്ത് ഫിലിപ്പിന്റെ കൈസരിയ എന്ന പ്രദേശത്ത് എത്തുകയാണ്. ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറയുന്ന പ്രദേശം അനേകം അന്യ ദൈവങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ്. കർത്താവ് ഏറെ ആഗ്രഹത്തോടുകൂടി തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിലുള്ള ജനങ്ങൾ മനുഷ്യപുത്രൻ ആർ എന്നാണ് അവർ പറയുന്നത് എന്ന്. അപ്പോൾ അവർ മറുപടിയായി നൽകുന്ന ഉത്തരം പഴയ നിയമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധരായ പ്രവാചകന്മാരുടെ പേരാണ് അവരുടെ മറുപടിയായി നൽകുന്നത്. എന്നാൽ ക്രിസ്തു ഒരു ചോദ്യം കൂടെ അവരുടെ അടുത്ത് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ എന്നെ ആർ എന്നാണ് പറയുന്നത് എന്ന്. ഈ ചോദ്യം ഈ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലും വളരെയധികം പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തു ആർ എന്നുള്ളത്. ഇതിനുള്ള മറുപടി ശീമോൻ പത്രോസ് നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന്. ഇത് അവന് പറയുവാൻ സാധിച്ചത് ദൈവാത്മാവ് അവന്റെ ഉള്ളിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ്. ഈ ഒരു ഉത്തരമാണ് നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പോയതിനു ശേഷം നമ്മളിൽ വലിയ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക എന്നുള്ളത്. അങ്ങനെ സുവിശേഷം പങ്കുവെച്ചു എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപൂർണമായി തീർന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ഷീമോനോട് പറയുന്നത് കാണാനായിട്ട് സാധിക്കും, നീ ഇനി മുതൽ ഷീമോനല്ല, മറിച്ച് പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഉത്തരം പത്രോസ് പറഞ്ഞതുപോലെ ഉള്ള ഒരു ഉത്തരമാണ്. ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് സാധിക്കണം. ഇത് കേവലം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, മറിച്ച് നമ്മുടെ ജീവിതത്താൽ മാതൃകയാക്കി കൊടുക്കണം ആരാണ് ക്രിസ്തു എന്നുള്ളത്. പ്രത്യേകിച്ചും പൗലോസിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ വളരെയധികം ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ യഥാർത്ഥമായ ക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ താൻ തന്റെ പഴയകാല ജീവിതമെല്ലാം ഉപേക്ഷിച്ച് ഇനി താൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു ജീവിതം ആണ് എന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് തന്റെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധി കടന്നു വരുന്നത് കാണാൻ സാധിക്കും. അവിടെ ഒന്നും തളർന്നു പോകാതെ ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രകാരമാണ് സാധ്യമായി തീരേണ്ടത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ, രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ മറിച്ച് ദൈവത്തിൽ കൂടുതൽ ആശ്രയത്തോടുകൂടി ഒരു ജീവൻ നയിപ്പാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ ധ്യാനത്തിൽ നിന്ന് വിരമിക്കുന്നു.